ആദ്യം ഞാൻ CPM-ലേക്ക് പോവുകയാണ്. ഡോക്ടർ വി ശിവദാസൻ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ വാർത്താ സമ്മേളനം അങ്ങും കണ്ടിരിക്കും. ഇതെന്തൊരു സർക്കാരാണ് എന്ന് മുന്നണിയിലെ രണ്ടാം കക്ഷി ചോദിക്കുകയാണ്. രാജ്യത്താകെയുള്ള ഇടത് സർക്കാരിനോടാണ് ഈ ചോദ്യം. എന്താണ് മറുപടി? PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഓരോ പാർട്ടിക്കും അവരുടേതായ അഭിപ്രായമുണ്ട്. ഒരു പാർട്ടിക്ക് ഉള്ള അഭിപ്രായം മറ്റു പാർട്ടികൾക്ക് ഉണ്ടാവണമെന്നില്ല. സ്വാഭാവികമായി വ്യക്തികൾക്കും സംഘടനകൾക്കും പാർട്ടികൾക്കും എല്ലാം വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവുകയും അവരത് രഹസ്യമായും പരസ്യമായും ഒക്കെ രേഖപ്പെടുത്തുകയും ചെയ്യും. തികച്ചും സ്വാഭാവികം. ഇവിടെ PMCയെ കുറിച്ച്, പദ്ധതിയെക്കുറിച്ച്, അതിൽ ഒപ്പിട്ടതിനെ കുറിച്ച് പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് പാർട്ടിയും പറഞ്ഞത് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. അവരെന്താ പറഞ്ഞത്? ഈ പദ്ധതിയിൽ ഒപ്പിടാൻ പാടില്ല, അപകടകരമാണ് എന്നൊക്കെ പറയുന്നത് കേൾക്കുകയുണ്ടായി. ഇന്ത്യ രാജ്യത്ത് ആദ്യമായിട്ട് ഈ പ്രൊജക്ടിനകത്ത് ഒപ്പിട്ടിരുന്ന പാർട്ടിയുടെ ഗവൺമെന്റിന്റെ പേര് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ഇപ്പൊ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് പരിചയമുണ്ടോ എന്നറിയില്ല. ഹിമാചൽ പ്രദേശിൽ ഒരു മുഖ്യമന്ത്രിയുണ്ട്, സുഖ്വീർ സിംഗ് സുഖു. അദ്ദേഹത്തോട് പറയണം PMC പ്രൊജക്റ്റിൽ നിന്ന് പിൻവാങ്ങുന്നതിന് വേണ്ടി പറയണം. രേവന്ത് റെഡ്ഡി തെലങ്കാനയിൽ ഇരിക്കുന്നുണ്ട്, അദ്ദേഹത്തോട് പറയണം. KC വേണുഗോപാലായാലും അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനോ പറയണം, കോൺഗ്രസ് പാർട്ടിയുടെ നയം ഇതാണ്, അതുകൊണ്ട് പിൻവാങ്ങണമെന്ന് പറയണം. അല്ലെങ്കിൽ കർണാടകത്തിലൊരു മുഖ്യമന്ത്രിയുണ്ട്, കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള നമ്മുടെ സിദ്ധാരാമയ്യ അവിടെ ഇരിക്കുന്നുണ്ട്, അദ്ദേഹത്തോട് പറയാം. കർണാടകയിൽ എപ്പോഴാണ് ഒപ്പിട്ടത്? കർണാടക സർക്കാർ എപ്പോഴാണ് ഒപ്പിട്ടത്? കർണാടകത്തിൽ അങ്ങ് അറിയേണ്ടത്, കർണാടകത്തിലെ മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ 1200 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ലിസ്റ്റ് അടക്കം വെച്ച് അദ്ദേഹം കേന്ദ്രത്തിന് എഴുതിയിട്ടുള്ള കത്ത് അങ്ങ് വായിക്കുന്നത് നല്ലതാണ്. ഒന്നുമില്ലെങ്കിൽ ഗൂഗിളിൽ ഒന്ന് സെർച്ച്. കർണാടക സർക്കാർ BJP-യുടെ കാലത്താണ് ഇതിൽ ഒപ്പിട്ടിരിക്കുന്നത്. അതേസമയം NEP നടപ്പാക്കില്ല എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കർണാടക എന്നുള്ള വിവരം. ഞാൻ അങ്ങയോട് പറയുന്നത് ആരൊപ്പിട്ടു എന്നുള്ളതല്ല, സിദ്ധാരാമയ്യ എന്ന് പറയുന്ന കർണാടക മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വാക്കുകൾ അങ്ങ് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അല്ല, ഒപ്പിട്ടതും എടുത്ത തീരുമാനങ്ങളും പ്രധാനമല്ലോ, വാക്കുകൾ മാത്രമല്ലല്ലോ. ഡോക്ടർ വി ശിവദാസൻ, അങ്ങേക്ക് കോൺഗ്രസിന്റെ വിമർശനത്തിലേക്ക് വരാം. അതിനു മുമ്പ് നിങ്ങളുടെ മുന്നണിയിലെ കക്ഷിയുടെ പ്രതികരണമാണല്ലോ ആദ്യം. നിങ്ങളുടെ മുന്നണിയിലെ കക്ഷി അസ്വാഭാവികമായി, അസാധാരണമായ രീതിയിൽ ഒരു വാർത്താ സമ്മേളനം നടത്തുകയല്ലേ? അവരിന്ന് യോഗം ചേരുകയല്ലേ? ഡോക്ടർ വി ശിവദാസൻ, അങ്ങേക്ക് കോൺഗ്രസിനെ പറയാമെന്നേ അടുത്ത ഘട്ടത്തിൽ. ആദ്യം അങ്ങ് മുന്നണിയിലെ കക്ഷിക്ക് മറുപടി നൽകൂ. ഡോക്ടർ വി ശിവദാസൻ, CPIക്ക് മറുപടി നൽകൂ. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തെറ്റായ നിലയിൽ ഇതിന്റെ ചർച്ചയുടെ ദിശ കൊണ്ടുപോകുന്നതിന് വേണ്ടി സ്മൃതി ഇടപെടുകയും കർണാടകത്തെ ന്യായീകരിക്കുന്നതിന് വേണ്ടി, എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടി സ്മൃതി പരുത്തിക്കാടുന്ന അങ്ങ് നടത്തിയ ശ്രമം ഒരിക്കലും ന്യായീകരിക്കപ്പെടാൻ പാടില്ലാത്തതാണ്. കാരണം കർണാടകയിലെ മുഖ്യമന്ത്രി, കർണാടകയിലെ കോൺഗ്രസ് നേതൃത്വം വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട്, ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ പണം ആവശ്യപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇനി രാജസ്ഥാൻ, അശോക് ഗെഹ്ലോട്ട് ഒപ്പിട്ടത് ആരാ? അപ്പൊ അശോക് ഗെഹ്ലോട്ടിന്റെ മന്ത്രിസഭ, അവിടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ എന്തായിരുന്നു PMC പ്രൊജക്ടിനോട് എടുത്തിട്ടുള്ള സമീപനം? ഞാൻ പറഞ്ഞത് ഞങ്ങൾക്കൊരു നിലപാടുണ്ട്. ഞങ്ങളുടെ നിലപാട് എന്താണ്? NEP എന്ന് പറയുന്ന പ്രൊജക്ട് ഇന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കിയതുപോലെ ഇവരുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയും അതോടൊപ്പം PMCയുമായി ക്ലബ് ചെയ്തുകൊണ്ട് സർവശിക്ഷാ അഭിയാന്റെ ഫണ്ട് വിഹിതം നൽകുന്നത് തടഞ്ഞു വെക്കുന്നതും ഫെഡറൽ സ്ട്രക്ചറിനെതിരായിട്ടുള്ള BJP സർക്കാരിന്റെ യുദ്ധപ്രഖ്യാപനമാണ്. കർണാടക സർക്കാരുമായി ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, ഒരു മിനിറ്റ്, അങ്ങ് കോൺഗ്രസ് ഭരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ അങ്ങയുടെ നിലപാടിനോട് യോജിക്കുന്നു. മുൻ BJP സർക്കാർ NEP നടപ്പാക്കിയ ആദ്യ സംസ്ഥാനങ്ങളൊന്ന് കർണാടകയായിരുന്നു. അന്ന് അപാർ ID രജിസ്ട്രേഷനും ആരംഭിച്ചിരുന്നു. എന്നാൽ പുതിയ കോൺഗ്രസ് സർക്കാർ ആ തീരുമാനം തിരുത്തുന്നു. NEP പൂർണ്ണമായും റദ്ദാക്കാനും സ്വന്തമായി സംസ്ഥാന വിദ്യാഭ്യാസ നയം SCP രൂപീകരിക്കാനും അവർ തീരുമാനിച്ചു. അതിൽ തിരുത്തലുകൾ നടന്നിട്ടുണ്ടെങ്കിലും NEP-യിൽ നിന്നും പൂർണ്ണമായും SCP-യിലേക്ക് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ അതിനൊരു ശ്രമം അവർ നടത്തിയിട്ടുണ്ട്. ഇതാണ് കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. കർണാടകത്തെ ന്യായീകരിക്കുന്നതിന് വേണ്ടി എന്തിനാണ് ശ്രീ ശിവദാസൻ ഒരു പോയിന്റ് അങ്ങോട്ട് പറയുമ്പോൾ അതിന് വ്യക്തിപരമായി എടുക്കാതെ അങ്ങേക്ക് അറിയുമെങ്കിൽ അതിന് മറുപടി നൽകും? അല്ല, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടാണ് ഞാൻ പറയുന്നത്, ഞാൻ മനസ്സിലാക്കിയ കാര്യമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ മനസ്സിലാക്കിയതും വസ്തുതകളുടെ പിൻബലത്തിലും ഞാൻ പറയാം. രാജസ്ഥാനിലെ കോൺഗ്രസിന്റെ നേതൃത്വത്തോട് കോൺഗ്രസ് നേതൃത്വം പറയണം, VD സതീശന്റെ നേതൃത്വം പറയണം അതിൽ നിന്ന് പിൻവാങ്ങാൻ. ഇതുവരെയായിട്ട് PMC പ്രൊജക്ടിൽ നിന്ന് പിൻവാങ്ങിയെന്ന് കർണാടകയോ രാജസ്ഥാനോ അല്ലെങ്കിൽ ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രിയോ എഴുതിയിട്ടുണ്ടോ? കർണാടകയിലെ സർക്കാർ ഞങ്ങൾ ഈ പദ്ധതിയിലില്ല, ഈ PMC പ്രൊജക്ടിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങിയിട്ടുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങളെല്ലാം ഞങ്ങൾക്ക് തിരിച്ചങ്ങ് തരികയാണ് എന്ന് എഴുതി കൊടുത്തിട്ടുണ്ടോ?
NEP പൂർണ്ണമായും റദ്ദാക്കുന്നു. അതാണല്ലോ ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെയാണല്ലോ CPM-നും പോരാട്ടമുള്ളത്. ഡോക്ടർ വി ശിവദാസൻ, ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ബോർഡ് വെക്കലല്ല പ്രശ്നം എന്നുള്ളത് നിങ്ങൾക്കും അറിയാം, CPIക്കും അറിയാം. ബഹുമാന്യ സ്ഥിതി പരിധിക്കാൻ ഞാൻ അങ്ങയോട് പറയുന്നത്, കർണാടകയിലെ സ്റ്റേറ്റ് ഗവൺമെന്റ് അവർ സ്വീകരിച്ചിട്ടുള്ള പണം തിരിച്ചടച്ചുകൊണ്ട് ഞങ്ങൾ ഈ പ്രൊജക്റ്റിൽ അല്ലെ തിരിച്ചടക്കണ്ട, അല്ലെങ്കിൽ ഞങ്ങൾ ഈ പ്രൊജക്റ്റിൽ ഇല്ല, ഞങ്ങൾക്ക് NEP-യുമായി ബന്ധപ്പെട്ടാണ് സർവശിക്ഷാ അഭിയാന്റെ പ്രൊജക്ട് പണം വിതരണം നടത്തുന്നത് എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ഈ പണം ഇനി സ്വീകരിക്കുന്നില്ല എന്ന് എഴുതി കൊടുത്തു കഴിഞ്ഞു എന്നാണോ അങ്ങ് പറയുന്നത്? എനിക്കറിയില്ല, അല്ല എനിക്കറിയില്ല. NEP നടപ്പാക്കാൻ ഇല്ല എന്നവർ പറയുകയും അത് തിരുത്തിക്കൊണ്ട് പുതിയൊരു നയം രൂപീകരിക്കുകയും ചെയ്തു. അങ്ങയുടെ പാർട്ടിയെക്കുറിച്ചും അങ്ങയുടെ മുന്നണിയിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യത്തെക്കുറിച്ചും ഒന്ന് മറുപടി നൽകിയാൽ നമുക്ക് ബാക്കിയുള്ളവർക്കും കൂടി പോകാമല്ലോ. ഡോക്ടർ വി ശിവദാസൻ, ഒന്ന് പറയൂ. അങ്ങയുടെ സംസ്ഥാന സെക്രട്ടറി പറയുകയാണ് നയം ഇടത് നയത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന സർക്കാരാണ് ഇതെന്നാണോ നിങ്ങളുടെ വിചാരം എന്ന് ചോദിക്കുമ്പോൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഇടത് നയം ഇല്ലെങ്കിൽ ഈ സർക്കാർ ഇല്ല എന്നാണ് ബിനോയ് വിശ്വം പറയുന്നത്. നിങ്ങൾ രണ്ട് കൂട്ടരും പറയുന്നതിൽ വ്യത്യാസമുണ്ട്. അതൊരു മറുപടി നൽകിയ ശേഷം നമുക്ക് ബാക്കിയുള്ളവർക്കും കൂടി പോകാം. ബിനോയ് വിശ്വത്തിന്റെ അഭിപ്രായവും MV ഗോവിന്ദൻ മാഷിന്റെ അഭിപ്രായവും വ്യത്യാസമായി വരുന്നത് തികച്ചും സ്വാഭാവികമാണ്. രണ്ട് വ്യക്തികൾ, അതുകൊണ്ടല്ലേ രണ്ട് പാർട്ടിയുടെ സെക്രട്ടറിമാരായിട്ട് അവർ നിൽക്കുന്നത്. MV ഗോവിന്ദൻ മാഷ് CPIM-ന്റെ സെക്രട്ടറിയാണ്, ബിനോയ് വിശ്വം CPI-യുടെ സെക്രട്ടറിയാണ്. ശരി, നിങ്ങളുടെ പാർട്ടികൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എന്തിനാണ് വ്യത്യാസം എന്ന് പറയൂ. രണ്ട് നേതാക്കന്മാർക്ക് 3 അഭിപ്രായം ഉണ്ടെങ്കിലേ പ്രശ്നമുള്ളൂ. ഇപ്പൊ 2 അഭിപ്രായം ഉണ്ടായിട്ടുള്ളൂ. ഇടത് നയത്തിന്റെ കാര്യത്തിൽ അങ്ങനെയാണോ? പിന്നെ ഇടത് നയത്തിന്റെ കാര്യത്തിൽ അങ്ങനെയാണോ? അതാണ് അറിയേണ്ടത്. ഇടത് നയത്തിന്റെ കാര്യത്തിൽ അങ്ങനെയാണോ? ഇടത് നയം എന്ന് പറയുന്നത് രണ്ട് പാർട്ടികളായി നിൽക്കുന്ന 2 അഭിപ്രായങ്ങളുണ്ടല്ലേ? ശരി, ആ 2 അഭിപ്രായം ഉണ്ട്. ആ 2 അഭിപ്രായവും പക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലെ കോൺഗ്രസും BJP-യും പ്രതീക്ഷിക്കുന്ന പോലെ CPI BJP പ്രതീക്ഷിക്കുന്ന പോലെ ആയി. BJP അത് അഭിനന്ദിച്ചിരിക്കുന്നു. ഞാൻ അങ്ങൊന്ന് പറയട്ടെ, അപ്പൊ ഒന്ന് ചെറിയ സമയം നിൽക്കുന്നതാ എന്ന് പറഞ്ഞാൽ BJP-യും കോൺഗ്രസും പ്രതീക്ഷിക്കുന്ന പോലെ CPM-നെയും CPI-യെയും തമ്മിലടിപ്പിച്ച് ചോര കുടിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അവരോട് ഞങ്ങൾ പറയാണ്, CPI-യും CPM-ഉം സഹോദര പാർട്ടികളാണ്. ഞങ്ങൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, ആ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കുന്നതിനുള്ള മെക്കാനിസം ഞങ്ങൾ രൂപപ്പെടുത്തും. അതിലാർക്കും ഒരു സംശയം വേണ്ട. എന്നാൽ അഭിപ്രായ വ്യത്യാസങ്ങളെ ബഹുമാന്യതയോടുകൂടി കാണുകയും അത് ചർച്ച ചെയ്ത് പരിഹരിക്കുകയും ചെയ്യും. ഇനി മൂന്നാമത്തെ എന്താ, ഈ PMC പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിന്റെ ആശയമല്ല നടപ്പിലാക്കിയത് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യത്തെ ഞാനൊന്ന് അങ്ങോട്ട് സൂചിപ്പിക്കുകയാണ്. ഈ GST എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ കൊടുക്കേണ്ടി വരുന്ന ഒരു നികുതിയാണ്. കേരളത്തിൽ എവിടെയായാലും നിങ്ങൾ സാധനം വാങ്ങുമ്പോൾ GST നികുതി നിങ്ങൾ കൊടുക്കേണ്ടി വരുന്നുണ്ട്. GST എന്നപോലെ പല നിലയിൽ നേരത്തെ വാറ്റ് ഉണ്ടായിരുന്നു, അത് GST-യിലേക്ക് വന്നു. GST-യോട് CPIM-ന്റെ ഇടതുപക്ഷത്തിന്റെ നിലപാടെന്തായിരുന്നു? ഞങ്ങൾ നഖശികാന്തം GST-യുടെ പേരിൽ നടക്കുന്ന കൊള്ളയെ, പിടിച്ചുപറിയെ ഒക്കെ എതിർത്തിട്ടുള്ളവരാ. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഇന്ത്യ റിപ്പബ്ലിക്കിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പൊ ഇന്ത്യ റിപ്പബ്ലിക്കിന്റെ പൊതു നയ സമീപനങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് സാധ്യമല്ലാത്തുള്ള കാര്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ രാജ്യത്തിന്റെ നയസമീപനങ്ങൾ, രാജ്യത്ത് രൂപപ്പെടുന്ന നിയമങ്ങൾ നടപ്പിലാക്കുന്നത്. എന്നാൽ അതിലെ ജനവിരുദ്ധ ഉള്ളടക്കത്തിനെതിരായിട്ടുള്ള സമരം സർക്കാർ എന്ന നിലയിലും അതോടൊപ്പം പാർട്ടി എന്ന നിലയിലും തുടരുക എന്നുള്ളത് ഇടതുപക്ഷത്തിന്റെ സമീപനവുമാണ്. ഈ കേരളത്തിലെ 10,000-കണക്കിന് വരുന്ന കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസത്തിന് എങ്ങനെയെല്ലാം പരമാവധി പണസമാഹരണം നടത്താമെന്നുള്ള ആലോചനക്കിടയിൽ ആ പണസമാഹരണത്തിന് സഹായമാകുന്ന സമീപനവും തീരുമാനവും കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് എടുക്കും. ആ വിദ്യാഭ്യാസ വകുപ്പ് എടുത്ത് ആ തീരുമാനം നടപ്പിലാക്കുന്നു. ഡോക്ടർ വി ശിവദാസൻ, അങ്ങനെയെങ്കിൽ CPI ഇന്ന് ബിനോയ് വിശ്വം ഉന്നയിച്ച ചോദ്യങ്ങൾ ഇതാണ്: ഇതൊരു സർക്കാരാണോ? LDF-ൽ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഇങ്ങനെയല്ല LDF-ന്റെ രീതി. ഞങ്ങളെ ഇരുട്ടിൽ നിർത്തി എന്നുള്ളതാണ് പറയുന്നത്. ഇന്നലെ മാധ്യമങ്ങൾ വിളിച്ചു ചോദിക്കുമ്പോഴാണ് ഇങ്ങനെ MOU ഒപ്പിട്ട കാര്യം മുന്നണിയിലെ 2ാം കക്ഷി അറിയുന്നത്. എന്തൊരു നാണം കെട്ട അവസ്ഥയാണെന്നാണ് ബിനോയ് വിശ്വം ചോദിക്കുന്നത്. ഇരുട്ടിൽ നിർത്തി ഒപ്പിടുന്നതിന് പിന്നിലെ താല്പര്യം എന്തായിരുന്നു? മുന്നണിയിലെ 2ാം കക്ഷി 2 തവണ ക്യാബിനറ്റിൽ എതിർപ്പറിയിച്ചപ്പോൾ നയപരമായ വിഷയമാണല്ലോ, മാറ്റിവെക്കാം, പിന്നീട് ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്ന് പറഞ്ഞ കാര്യം പിന്നീട് മിണ്ടാതെ പോയി ഒപ്പിട്ടതിന് പിന്നിലെ താല്പര്യം എന്താണ്? ഡോക്ടർ വി ശിവദാസൻ. ബിനോയ് വിശ്വം കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ സമുന്നതനായിട്ടുള്ള നേതാവാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് അത് CPM-ന്റെയും CPI-യുടെയും സമുന്നത നേതാക്കന്മാർ തമ്മിൽ ചർച്ച ചെയ്ത് ആ വിഷയത്തിൽ ഒരു വ്യക്തത വരുത്തും.
ഏതെങ്കിലും മേഖലയിൽ അവ്യക്തതകളുണ്ടെങ്കിൽ അത് ചർച്ചകളിലൂടെ പരിഹരിക്കുകയും ചെയ്യും. അതിലൊന്നും ആർക്കും ഒരു ബേജാറും വേണ്ട. MOU ഒപ്പിട്ടതറിഞ്ഞില്ല എന്നതാണ്. ഒപ്പിട്ട് കഴിഞ്ഞ ശേഷം എന്ത് ചർച്ച ഡോക്ടർ വി ശിവദാസൻ? ഞാൻ പറഞ്ഞു, അത് വീണ്ടും പൂർത്തീകരിക്കാം. സർക്കാരിന്റെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളുടെ മുകളിൽ എവിടെയെങ്കിലും ചർച്ച നടക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അത് അവർ തമ്മിൽ എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വേദിയുണ്ട്, സർക്കാരിൻ്റെതായിട്ടുള്ള വേദിയുണ്ട്, അവിടങ്ങളിൽ ചർച്ച ചെയ്ത് പരിഹരിക്കും. അവിടെ ചെയ്തില്ല. ആദ്യം ചെയ്യേണ്ട കാര്യം ഒപ്പിട്ട ശേഷം ഇനി എന്ത് ചെയ്യാനെന്നുള്ളതാണ് ചോദ്യം. ഞങ്ങൾ ഏത് കാര്യം ആദ്യം ചെയ്യണം, ആദ്യം അവസാനം ചെയ്യണം എന്നുള്ളതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളുന്നു. ഇടതുപക്ഷത്തിന്റെ പൊതു ചർച്ച നിങ്ങൾ തീരുമാനിച്ചത് ശരിയല്ല നിങ്ങൾക്കുള്ളിലെ കക്ഷിയാണ് പറയുന്നത് ശ്രീ വി ശിവദാസൻ, പുറത്തുനിന്നുള്ളവരല്ല. അതുകൊണ്ടല്ലേ നിങ്ങളുടെ മുന്നണിയിലെ കക്ഷിയാണ് പറയുന്നത് നിങ്ങൾ ചെയ്തത് ശരിയല്ല, നിങ്ങൾക്ക് എന്തോ താല്പര്യമുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ചയിലൂടെ പരിഹരിച്ച് മുന്നോട്ട് പോകും എന്നുള്ളതല്ലേ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് PMCയുമായി ബന്ധപ്പെട്ട നിലപാടുകളെ കുറിച്ച് വ്യക്തമായ നിലയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഈ രാജ്യത്ത് NEP അടിച്ചേൽപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾക്കെതിരായി ഏറ്റവും ശക്തമായ നിലപാടെടുക്കുകയും അതിനെതിരായി സമരം ചെയ്യുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ഞങ്ങളുടേത്. ആ പാർട്ടി ഇവിടെ കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനം, കേരളത്തിലെ അധ്യാപക പ്രസ്ഥാനം അതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ ശരിയായ നിലപാടെടുത്തിട്ടുണ്ട്. പക്ഷേ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെയോ അധ്യാപക പ്രസ്ഥാനത്തിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലയിലുള്ള മറ്റേതെങ്കിലും വ്യക്തികളുടെയോ അഭിപ്രായങ്ങൾ മാത്രമായിരിക്കില്ല സർക്കാരിന്റെ തീരുമാനമായിട്ട് വരിക. സർക്കാരിന്റെ ഭരണപരമായിട്ടുള്ള തീരുമാനങ്ങൾ വരിക മറ്റു പല ഘടകങ്ങളെയും ആശ്രയിച്ചാണ്. അതല്ലേ ഞാൻ തുടക്കത്തിൽ GSTയുമായി ബന്ധപ്പെട്ട ആ ഘടകങ്ങൾ അതീവ രഹസ്യമായി സൂക്ഷിക്കണമെന്നാണോ? ആ ഘടകങ്ങൾ എന്താണ് രഹസ്യാത്മകത എന്നുള്ളതാണ്. സംതിങ് ഈസ് റോങ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതാണ് അറിയേണ്ടത്. ഞാൻ അങ്ങിലേക്ക് വരാം. അത് വിശദാക്കാം. അല്ല, അങ്ങയുടെ ചോദ്യത്തിന് കുറച്ചുകൂടി വ്യക്തത വരുത്താലോ. അതിലെന്താന്ന് വെച്ചാൽ ശിവൻകുട്ടിയുടെ പത്രസമ്മേളനത്തിലും അദ്ദേഹത്തിന്റെ പത്രക്കുറിപ്പിലും എണ്ണി അദ്ദേഹം വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. ഒന്ന്, കേരളത്തിന് ലഭ്യമാവേണ്ടുന്ന 1000 കോടിയിലധികം രൂപ അത് കേരളത്തിൽ ഏറ്റവും പാവപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഏറ്റവും പിന്നണിയിൽ കിടക്കുന്ന ജനവിഭാഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന പണമാണ്. ആ പണം തടഞ്ഞു വെക്കപ്പെട്ടിരിക്കുന്നു. തെറ്റായ കാര്യമാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് യൂണിയൻ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരി, അത് കഴിഞ്ഞ 3 വർഷവും അങ്ങനെ തന്നെ ആയിരുന്നു ഡോക്ടർ ശിവദാസൻ. കഴിഞ്ഞ 3 വർഷവും അങ്ങനെയായിരുന്നു. പദ്ധതി തുടങ്ങിയ 2023 മുതൽ അങ്ങനെയായിരുന്നു. നിങ്ങൾക്ക് ഇപ്പോഴാണോ വെളിച്ചം വന്നത്? നിങ്ങൾക്ക് ഈ 6ാം മാസത്തിൽ, അതായത് ഇനി 6 മാസം ബാക്കി നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു ആലോചന ഉണ്ടാകുന്നതിന് പിന്നിൽ എന്താണെന്നുള്ളതാണ് ചോദ്യം. ഞാൻ അങ്ങേലേക്ക് വരാം. നിങ്ങളുടെ മുന്നണിയിൽ തന്നെ അടുത്ത കക്ഷി ഒന്ന് പറഞ്ഞോട്ടെ, അങ്ങൊന്ന് കേൾക്കൂ. ഡോക്ടർ Debate with Smriti Parittikad.